നിനക്കൂടി ഒന്ന് ഒഴിക്കട്ടെ. അയ്യോ എനിക്ക് വേണ്ട, ചേട്ടനും കഴിച്ചാൽ മതി. എടി ഒരു കമ്പനിക്ക് ഒരല്പം. വേണ്ട വേണ്ട. കുഴപ്പമില്ലെന്നേ, ഒരല്പം. എനിക്ക് വേറെ ആരാടി ഫ്രണ്ട്? നീ അല്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പോയി ഗ്ലാസ് എടുത്തോണ്ട്. എന്ത് പറ്റി രാവിലെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? പണിക്കൊന്നും പോകണ്ടേ? ഇന്ന് പണിയില്ലടി. നാളെ കഴിഞ്ഞ 5-6 ദിവസമൊക്കെ മധുസൂദനം കണ്ടാക്കുന്ന ഇവിടെ പണിയുണ്ട്. അപ്പൊ ഇന്ന് എന്തോ ചെയ്യും? എന്താ ചെയ്യാനാ, ഇന്ന് നിന്റെ കൂടെ ഇരിക്കും. എന്താടി ഇങ്ങനെ നോക്കുന്നത്? പുറത്തോട്ടൊന്നും പോകുന്നില്ലേ? പോണോന്നടി, കാശില്ല. എന്റെ ഈ കാശിലെന്ന് പറഞ്ഞാണോ കളിയാക്കി ചിരിക്കുന്നത്? അയ്യോ കളിയാക്കിയതല്ല. എന്തിനാ കളിയാക്കുന്നേ? നിങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടിരുന്നതല്ലേ ഇതെല്ലാം. ഞാൻ വിചാരിച്ചു കളിയാക്കിയതായിരിക്കും. ദേ 500 രൂപയുണ്ട്, വേണമെങ്കിൽ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വാ. മൊത്തം തീർത്ത് കളയരുത്. അതെ, കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോ അതോ വാങ്ങിച്ചോണ്ട് ഇങ്ങി വരൂ. ഈ കാര്യത്തിന് കൂട്ടുകാരുടെ കൂടെ കൂടാതിരിക്കുന്നത് ബുദ്ധി. 1, കൺട്രോൾ കിട്ടത്തില്ല. 2, നാളെ അവർ വിളിക്കുമ്പോൾ നമ്മൾ പോകാതിരുന്നാലേ അവർക്കൊരു കെറു വരും. അതൊന്നും ശരിയാകത്തില്ല. ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. ദേ ബാക്കി പൈസ കുറച്ച് മുട്ടയോട് വാങ്ങിച്ചോണ്ട് പോരെ, ഞാൻ പൊരിച്ചു തരാം. ഈശ്വര, ഇങ്ങനൊരു ഭാര്യ എവിടെ കിട്ടും? എന്റെ അപ്പനപ്പൂപ്പന്മാർ എന്ത് പുണ്യമാണാവോ ചെയ്തത്. ഞാനിങ് എത്തിയിട്ടുണ്ട്. ഓ ചേട്ടൻ ഇത്ര പെട്ടെന്ന് ഇങ്ങ് എത്തിയോ? ബീവറേജ് ഇപ്പൊ പഴയ പോലെ ക്യൂ ഒന്നുമില്ലടി. ഇതാ മുട്ട. എന്നിട്ട് സാധനം വാങ്ങിച്ച എന്തിയെ? അതോ, അതാ ഇവിടെ ഉണ്ട്. അയ്യോ അതൊക്കെ അവിടെ വെച്ചാ താഴെ വീണ് പോത്തില്ലേ? എടി അതിന് ഞാൻ നിക്കർ ഇട്ടിട്ടുണ്ടല്ലോ. അതേതായാലും നന്നായി. എടി ഇത് അങ്ങനൊന്നും താഴെ വീഴൂല. ഞങ്ങൾ ഇത് അരയിൽ വെച്ച് വരുമ്പോൾ ആ ഒരു ശ്രദ്ധയുണ്ടല്ലോ, ഒരു ഗർഭിണികളും തന്റെ മക്കളെ പോലും ഇത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല. ഉപമയൊക്കെ കൊള്ളാം. ഇപ്പൊ കഴിക്കുന്നോ? കഴിക്കുന്നെങ്കിൽ ഞാൻ മുട്ട ഉണ്ടായി തരാം. ഓ ഇപ്പൊ വേണ്ടടി, വൈകുന്നേരത്താട്ടെ, കുളിയൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാം. അതുവരെ ഞാൻ നിന്നെ അടുക്കളയെ സഹായിക്കാം. എന്താ ചേട്ടാ, ഈ അരി എടുത്തിട്ടേ റൈസ് കുക്കറിനകത്ത് ഒന്ന് വെക്ക്. കൈ പൊള്ളല്ലേ? നീ ഇതിങ്ങനെ പൊക്കിയെടുക്കാതെ അവിടെ വെയ്. ഞാൻ എടുത്ത് വെക്കത്തില്ലയോ? ഇത്ര വെയിറ്റ് ഉള്ളതൊക്കെ ഇതങ്ങനെ പൊക്കിയെടുത്ത്. എടി ഈ പാത്രം കഴുകി വെക്കാനുള്ളത് ഞാൻ കഴുകി വെച്ചേക്കട്ടെ. വേണ്ട ചേട്ടാ, കുറച്ചല്ലേ ഉള്ളൂ, ഞാൻ കഴുകിക്കോളാം. ഓ ഞാൻ കഴുകാം. കുറച്ചുള്ളതുകൊണ്ടാണ് ഞാൻ പറയാം, ഒത്തിരി ഉണ്ടാകുന്ന ഞാൻ കഴുകത്തില്ലായിരുന്നു. അയ്യോ ചേട്ടാ, കുളിക്കാൻ നോക്കേട്ടാ. ഒരുമിച്ചേ നമുക്ക് കുളിക്കാൻ കാണാം. എടി വെച്ചാ മുട്ട റെഡിയായോ? ഞാൻ തുടങ്ങാൻ പോവാ. ആ ചേട്ടാ, മുട്ട റെഡി. ചേട്ടൻ ഇരുന്നോ, ഞാൻ വരാം. ആഹാ, തുടങ്ങിയില്ലയോ? ഞാൻ നീ വരുന്നതും കാത്തിരുന്നതാ. എടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും മദ്യപിക്കുന്നതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ നീ എന്താ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരിക്കലും മദ്യപാനത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ എന്തിനാ എനിക്ക് കാശ് വരുത്തുന്നത് വാങ്ങാൻ? എന്റെ ഭർത്താവിനെ എനിക്കറിയാം. കിട്ടുന്ന പൈസയല്ല ഈ വീടിന് വേണ്ടിയിട്ടല്ലേ ചെലവാക്കുന്നത്. സ്വന്തമായിട്ടോ അനാവശ്യമായിട്ടോ എന്തെങ്കിലും ചെലവാക്കുന്നുണ്ടോ? ഓഹോ, അനാവശ്യമായിട്ട് കുടിക്കാറില്ല. അഥവാ കുടിക്കണമെങ്കിലേ എന്നോട് പറഞ്ഞിട്ട് മാത്രമല്ലേ കുടിക്കാറുള്ളൂ. ഇന്ന് ജോലി ഇല്ലാത്തത് കൊണ്ടേ വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ സന്തോഷത്തിന് വേണ്ടി തന്നേ ഉള്ളൂ. നിനക്കൂടി ഒന്ന് ഒഴിക്കട്ടെ. അയ്യോ എനിക്ക് വേണ്ട, ചേട്ടനും കഴിച്ചാൽ മതി. ഇനി ഒരു കമ്പനിക്ക് ഒരല്പം. വേണ്ട വേണ്ട. കുഴപ്പമില്ലെന്നേ, ഒരല്പം. എനിക്ക് വേറെ ആരാടി ഫ്രണ്ട്? നീ അല്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പോയി ഗ്ലാസ് എടുത്തോണ്ട്. അയ്യോ വേണ്ട ചേട്ടാ. വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്ലാസ് എടുക്കാം. ഇത്ര മതി. കഴിക്കത്തില്ലേ? എനിക്ക് വേണ്ട. നേരത്തെ കഴിച്ചിട്ടുണ്ടോ? അതല്ല, എനിക്കറിയാം നിങ്ങൾ കുടിക്കുമ്പോൾ കയ്പുണ്ടെന്ന്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴിച്ചാൽ മതി.
ശോ. ഒരു വല്ലാത്ത മണം ഒഴിച്ചപ്പോ തന്നെ. മദ്യപാനം ആരോഗ്യത്തിനും കുടുംബത്തിനും ഹാനികരം. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, സത്യം ജയിക്കാൻ ഒരു കള്ളം പറയുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പറയുന്നത് പോലെ ചെറിയ ചെറിയ നമ്മുടെ സന്തോഷങ്ങൾക്ക് ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളാവാം. നമുക്ക് വേണ്ടത് സന്തോഷമല്ലേ, അത് നമ്മൾ തന്നെ കണ്ടെത്തണം. ഭാര്യയും ഭർത്താവും ചേർന്ന് നിന്നാൽ ആ സന്തോഷം ഉണ്ടാവും. ജീവിതം ഒന്നേ ഉള്ളൂ, സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.